അനുദിനം യേശുവിനോടൊപ്പം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകാറുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് ഉടനെ ഉത്തരം ലഭിക്കാതെയും വരുന്നു. ചില വാതിലുകൾ അടഞ്ഞുകിടക്കുന്നതായി തോന്നും. അത്തരം സമയത്താണ് കർത്താവായ യേശുവിൻ്റെ ഈ വാക്കുകൾ നമ്മെ പ്രത്യാശയോടെ ഓർമ്മിപ്പിക്കുന്നത്. യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ എന്ന്. കർത്താവായ യേശു ആദ്യം പറയുന്നത് യാചിപ്പിൻ എന്നാണ്. ദൈവത്തോട് നമ്മുടെ സകല ആവശ്യങ്ങളും തുറന്നു പറയുവാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ സന്തോഷവും സങ്കടവും ഭയവും ആവശ്യങ്ങളും എല്ലാം ദൈവത്തോട് പറയാം. ഫിലിപ്പിയർ 4-ാം അധ്യായം 6-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമ്മുടെ ഹൃദയത്തെ ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തുക എന്നതാണ് പ്രാർത്ഥനയിൽ നാം ചെയ്യേണ്ടുന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും എന്ന് കർത്താവായ യേശു വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. പ്രാർത്ഥനയിൽ മടുത്തുപോകാതെ തുടരുക, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക. രണ്ടാമതായി കർത്താവായ യേശു പറയുന്നു, അന്വേഷിപ്പിൻ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം അന്വേഷിക്കുന്നതിന് പകരം നാം ദൈവത്തെ തന്നെ അന്വേഷിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ദൈവത്തെ അന്വേഷിക്കുക എന്നതിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തെ അന്വേഷിക്കണം. കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. നമ്മുടെ ഓരോ തീരുമാനങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കണം എന്നതാണ്. നമ്മുടെ സകല ആവശ്യങ്ങൾക്കുമുള്ള ഉത്തരം ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ സാധ്യമാകുന്നു. സകല അനുഗ്രഹങ്ങളും നൽകുന്ന ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിലൂടെ നമ്മുടെ ജീവിതം സന്തോഷവും സ്വർഗീയ സമാധാനവും നിറഞ്ഞതായിത്തീരുന്നു. മൂന്നാമതായി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മുട്ടുവിൻ എന്നാണ്. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ദൈവഹിതപ്രകാരം നല്ലതും ദൈവത്തിന് പ്രസാദകരവുമായ ഒരു വാതിൽ അടഞ്ഞതായി തോന്നിയാൽ ഉടനെ പിന്മാറാതെ പ്രാർത്ഥനയിൽ നാം തുടരണം. വിശ്വാസത്തിൽ തുടരണം. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. എന്തെന്നാൽ നമ്മുടെ സമയക്രമം അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സമയം എല്ലായ്പ്പോഴും ശരിയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തളരാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ മുന്നേറണം എന്നതാണ് കർത്താവ് മുട്ടുക എന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്ന് ദൈവം നമ്മെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. നമ്മുടെ ദൈവം ഒരു നല്ല പിതാവാണ്. നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നല്ലത് എന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് ഉത്തരം വൈകുമ്പോഴും വിശ്വാസം നഷ്ടപ്പെടരുത്. വാതിൽ അടഞ്ഞിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ നന്മയിൽ സംശയിക്കരുത്.
വഴി കാണാത്തപ്പോഴും വഴിയൊരുക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തോട് അടുക്കാം. ദൈവത്തെയും ദൈവഹിതത്തെയും അന്വേഷിക്കാം. വിശ്വാസത്തിൽ സ്ഥിരതയോടെ തുടരാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സമയത്തിൽ, ദൈവീക ജ്ഞാനത്തിൽ, ദൈവഹിതപ്രകാരം കർത്താവ് പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും അറിയുന്ന ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു. അങ്ങയെ പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വാതിലുകൾ അടഞ്ഞതായി തോന്നുന്ന സമയങ്ങളിലും വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ തുടരുവാൻ ഞങ്ങൾക്ക് കൃപയും ശക്തിയും നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ നിരാശരാകാതെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടത്തേക്കാൾ അങ്ങയുടെ ഹിതം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തക്ക സമയത്ത് ഉത്തരം നൽകുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.